ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മനുഷ്യൻ ആത്മീയതയുടെ പേരിൽ എന്തെല്ലാം പേക്കൂത്തുകളാണ് കാട്ടിക്കൂട്ടുന്നത്. എന്നാൽ വേഷം കെട്ടിയാലോ പല ചടങ്ങുകൾ നടത്തിയാലോ ഒന്നും തന്നെ പരമസത്യം അറിയുകയില്ല. പലരും കള്ളവേഷം കെട്ടി നടക്കുന്നു. സത്യത്തെ അറിയാൻ സത്യമായ മാർഗം തന്നെ നാം സ്വീകരിക്കണം. എന്നാൽ സത്യമാർഗം സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സത്യത്തെ അനുഭവിക്കാനും അറിയാനും സാധിക്കുകയില്ല. അതിനാൽ നാം എന്ത് തരത്തിലുള്ള തെറ്റായ പ്രവൃത്തി ചെയ്താലും അതിന് തെറ്റായ ഫലം തന്നെയായിരിക്കും അനുഭവം. കൊള്ളയിട്ടാർജിച്ച ദ്രവ്യം തൻ്റെ തൊള്ള പൊളിക്കുമ്പോൾ കൂടെ വരില്ല. കള്ളപ്രവൃത്തി എന്തിന്നു പിന്നെ തള്ളേണം ആശ പിശാചിയെ മത്യൻ. കൊള്ളയിട്ടാർജിച്ച ദ്രവ്യം, മറ്റുള്ളവരെ കളവ് പറഞ്ഞും കാപട്യം കാണിച്ചും അതുപോലെ ആക്രമിച്ചും ഒക്കെ നേടുന്ന സമ്പത്ത്, കൊള്ളയിട്ടാർജിച്ച ദ്രവ്യം തൻ്റെ തൊള്ള പൊളിക്കുമ്പോൾ കൂടെ വരില്ല. മരണം നമുക്ക് മരണത്തോട് നാം അടുക്കുമ്പോൾ കൊള്ളയിട്ട് ആർജിച്ചു വെച്ച ദ്രവ്യത്തിലെ ഒരു പൈസ പോലും നമ്മുടെ കൂടെ വരില്ല. പിന്നെ എന്തിനാ നമ്മൾ അക്രമവും അനീതിയും ചെയ്യുന്നത് എന്നാണ് ഒരു യോഗീശ്വരൻ നമ്മോട് ചോദിക്കുന്നത്. കള്ളപ്രവൃത്തി എന്തിന്നു പിന്നെ? എന്തിനാണ് ഈ കള്ളത്തരങ്ങളെല്ലാം? ആത്മീയതയിലാണ് ഏറ്റവും വലിയ കള്ളത്തരം കാണിക്കുന്നത്. എന്നാൽ ആത്മാനുഭൂതി നുകരണമെങ്കിൽ അല്പം പോലും കള്ളത്തരം അവിടെ പറ്റില്ല. സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും സേവന മനോഭാവത്തിൻ്റെയും നേരായ മാർഗമാണ് ആത്മീയത എന്ന് പറയുന്നത്. കാപട്യം, ചതി, വഞ്ചന ഇതൊക്കെ ഏതു മനസ്സിലുണ്ടോ ആ മനസ്സിൽ ഒന്നും തന്നെ പരമാർത്ഥ സത്യം അറിയാൻ സാധിക്കുകയില്ല. പരമാർത്ഥ സത്യം അറിയണമെങ്കിൽ അതിന് സത്യസന്ധമായ മാർഗം തന്നെ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. അക്രമോ അനീതിയോ അതുപോലെ വേഷം കെട്ടലോ ഒന്നും തന്നെ ആത്മീയ മാർഗത്തിന് ഭൂഷണം അല്ല. അത് ആത്മീയ മാർഗത്തിന് ദൂഷണം ആയി മാത്രമേ ഭവിക്കുകയുള്ളൂ. കൊള്ളയിട്ടാർജിച്ച ദ്രവ്യം തൻ്റെ തൊള്ള പൊളിക്കുമ്പോൾ കൂടെ വരില്ല. കള്ളപ്രവൃത്തി എന്തിന്നു പിന്നെ തള്ളണം ആശ പിശാചിയെ മർത്യൻ. അല്ലയോ മനുഷ്യ, ഈ കൊള്ളയിട്ടാർജിക്കുന്ന ദ്രവ്യമൊന്നും തൻ്റെ കൂടെ വരില്ല. അതുകൊണ്ട് ആശയാകുന്ന പിശാചിനെ നമ്മൾ തള്ളിക്കളയണം. കള്ളപ്രവൃത്തികളൊന്നും തന്നെ ചെയ്യരുത്. അപ്പോൾ മാത്രമേ നമുക്ക് ആ പരമസത്യത്തിൻ്റെ പാതയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. മറ്റതൊരിക്കലും നമ്മെ അതിന് വിപരീതമായ കാപട്യവും ചതിയും വഞ്ചനയും ഒന്നും തന്നെ ആത്മീയ നിഘണ്ടുവിൽ ഇല്ലാത്തതാണ്. അവർക്കൊരിക്കലും പരമസത്യത്തെ അറിയാൻ സാധിക്കുകയില്ല. അതിനാൽ നാം എപ്പോഴും നമ്മുടെ മാർഗം പരമപവിത്രമാക്കി വെക്കേണ്ടതാണ്. ജീവിതം പൂർണ്ണമായും പരിശുദ്ധിയോടുകൂടി നല്ല ചിന്ത, നല്ല വാക്ക്, നല്ല പ്രവൃത്തി, തന്നെപ്പോലെ എല്ലാവരെയും കാണുക, കാരുണ്യം, ദയ, അഹിംസ, ധർമ്മനിഷ്ഠ മുതലായ സദ്ഗുണങ്ങൾ ആചരിക്കുന്നവർക്ക്, സത്യസന്ധതയോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിലൂടെ സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ.